ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് പരമ്പരാഗതമായ രീതികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 5 ദിവസം കൊണ്ട് നമുക്ക് കിളി പാറുന്ന, അതായത് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കിക്ക് കിട്ടുന്ന ഒരു വൈൻ തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ അതിന് 2 കിലോ മുന്തിരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് മുന്തിരി മുങ്ങി കിടക്കാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 കഷ്ണം കറുകപ്പട്ടയും അതേപോലെ തന്നെ ഒരു 4-5 കറയാമ്പും ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നീട് ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് മുന്തിരിയൊക്കെ ഉടഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ വൈൻ കെട്ടാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 ദിവസം കൊണ്ടാണ് നമ്മൾ വൈൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. തിളപ്പിച്ച് പൊട്ടി വന്നു കഴിയുന്ന വൈൻ വളരെ പെട്ടെന്ന് തന്നെ അത് ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ നടന്ന് നല്ല കിടിലൻ വൈൻ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ 2 കിലോ മുന്തിരിക്ക് 2 കിലോ പഞ്ചസാരയാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. പിന്നീട് മധുരം ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു 2 ടീസ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാനുള്ള ഈസ്റ്റ് തയ്യാറായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കിലോ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഈസ്റ്റ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂടി കെട്ടി ഒരു 5 ദിവസം മൂടി വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ 5 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇത് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ഇതിലുണ്ടാകും. അപ്പോൾ ആ കുമിളകളെല്ലാം പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും തുറന്ന് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ അരിഞ്ഞ് കുപ്പിയിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ വൈനൊക്കെ ഇവിടെ ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇളക്കി ഇതിനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കിക്കളയാം. അപ്പോൾ കണ്ടല്ലോ, നമ്മളുടെ വൈൻ നല്ലതുപോലെ ഇങ്ങനെ പതയൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. അതിങ്ങനെ ബിയർ ഇങ്ങനെ പതഞ്ഞ് പൊന്നുന്ന പോലെയാണ് പത വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് കുടിച്ച് നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട് ഇതേപോലെ നല്ല കിടിലനായിട്ട് തന്നെ വൈൻ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതും നല്ല രുചിയുള്ള അത്യാവശ്യം നല്ല കിക്കുള്ള ഒരു വൈൻ തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായും ഈ രീതിയിലും കൂടെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് നമുക്ക് തയ്യാറാക്കുന്നതേ ഉള്ളൂ കേട്ടോ.